ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ മേഘ ദേഷ്യത്തോടെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. ഞാൻ എൻ്റെ അറിവില്ലാത്തൊരു പ്രായത്തിൽ ഇവനെ സ്നേഹിച്ചു പോയി എന്നുള്ളൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ഇവനെ തന്നെ ജീവിതകാലം മുഴുവൻ സഹിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അതിന് എന്നെ ആരും നിർബന്ധിക്കുകയും വേണ്ട. അപ്പോൾ മനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മേഘ, എന്നെ ഇത്ര അധികം ഇഷ്ടമില്ല എന്ന് പറയാൻ മാത്രം എന്തെങ്കിലും ഒരു കാരണം നീ പറ, അല്ലാത്ത പക്ഷം ഞാൻ നിന്നെ വിട്ടു പോവില്ല. അപ്പോൾ മേഘ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്റെ മുഖം കാണുന്നത് തന്നെ വെറുപ്പാ. അത് കേട്ടതും എല്ലാവർക്കും ശരിക്കും മനീഷിനോട് സഹതാപം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനം മനീഷ് പറയാണ്, ഇങ്ങോട്ട് നോക്ക്, നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടയോ എന്നുള്ളത് നിൻ്റെ ഇഷ്ടമാണ്. പക്ഷേ പ്രിയ എൻ്റെ കുഞ്ഞാണ്. അവളെ നിനക്ക് എൻ്റെ അടുത്തു നിന്നും പിരിക്കാൻ സാധിക്കില്ല, പിരിക്കാനും പാടില്ല. അത് കേട്ട സമയത്ത് സിധുവിന് ഒത്തിരി സന്തോഷമാവുകയാണ്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് മനീഷ് പറയുന്നത് കേട്ടപ്പോൾ. അത് കേട്ട് മേഘയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മനീഷ് മേഘയോട് പറയുന്നുണ്ട്, പ്രിയയുടെ മേൽ നിനക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം അവകാശം എനിക്കുമുണ്ട്. ഞാൻ പ്രിയയോട് സംസാരിക്കുന്നതിനും അടുത്തിടപഴകുന്നതിനും നീ ഒരിക്കലും തടസ്സം നിൽക്കാൻ പാടില്ല. ഇനി എന്താണ് മേഘയ്ക്ക് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചന്ദ്രികയും സിദ്ധാർത്ഥും വെയിറ്റ് ചെയ്യാണ്. പക്ഷെ അപ്പം മേഘ മനീഷിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, നിൻ്റെ വിരലല്ല, നിൻ്റെ മുഖം പോലും, നിൻ്റെ ശ്വാസം പോലും എൻ്റെ മോളുടെ മേൽ വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാനും ഞാൻ വിടില്ല എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞിട്ടാണ് മേഘ അവിടുന്ന് ദേഷ്യത്തോടെ പോകാൻ നോക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും ലക്ഷ്മി അവളെ തടഞ്ഞു നിർത്തുന്നുണ്ട്. ഏയ്, ഇവിടെ നിൽക്ക്. അമ്മയ്ക്ക് മുന്നിൽ മേഘ കുറച്ചു നേരം നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ജീവനോടെയുള്ള ഭർത്താവ് മരിച്ചു പോയെന്ന് കള്ളം പറഞ്ഞു. പ്രസവിച്ച കുഞ്ഞിനെ ആരും ഇല്ലാത്ത ഒരാളെ പോലെ അനാഥാലയത്തിലാക്കി വളർത്തി. എന്നെ പറ്റിച്ച് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ നിൻ്റെ പേരിലേക്ക് എഴുതി മാറ്റി. മേഘ ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഒരു കുറ്റബോധവും ഇല്ലാതെ ഇപ്പോഴും നീ നെഗളിച്ച് നിൽക്കുകയാണോ? നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഇത്രയും വർഷം ഞങ്ങൾ രണ്ടുപേരും വളർത്തിയതെന്ന് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ അപമാനം തോന്നുന്നു. ലക്ഷ്മി നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെയാണ് പറയുന്നത്, അതിലേറെ ദേഷ്യത്തോടെയും. അതേപോലെ തന്നെയാണ് മഹേന്ദ്രൻ്റെ അവസ്ഥ ഉണ്ടായിരുന്നത്. കാരണം അത്രയേറെ സ്നേഹവും വാത്സല്യവും കൊടുത്ത മകളാണ് മേഘ. പക്ഷെ അത് പറഞ്ഞു തീർന്നത് ലക്ഷ്മി മേഘയുടെ കവിളിലേക്ക് ആഞ്ഞു തല്ലുകയാണ്. അതാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, മേഘ പോലും. എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് ലക്ഷ്മി അങ്ങനെ ചെയ്തത് കണ്ടിട്ട്. മേഘയാണെങ്കിൽ തല്ലുകൊണ്ടതിന് ശേഷം കവിളിൽ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ അടിച്ചിട്ടും ഞാനേ സമാധാനത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അതെന്താന്ന് വെച്ചാൽ ഇത്രയും കാലം നിങ്ങളാണല്ലോ എന്നെ വളർത്തിയതെന്ന് വിചാരിച്ചിട്ട് മാത്രം. അല്ലായിരുന്നെങ്കിൽ മഹേന്ദ്രനെയും കൂടെ നോക്കിയിട്ടാണ് മേഘ പറയുന്നത്, ഇവിടെ നടക്കുന്നത് വേറെ ആയിരിക്കുമായിരുന്നു. മേഘ അവിടെ ഉണ്ടായിരുന്ന പൊങ്കലിൻ്റെ അടുക്കിയിരുന്ന പാത്രങ്ങളൊക്കെ ചവിട്ടിയിട്ടാണ് പോകുന്നത്. ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ്. അപ്പോൾ മേഘ, വാസു പിന്നീന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും മേഘ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സിദ്ധാർത്ഥ് മഹേന്ദ്രനോട് പറയുന്നുണ്ട്, അങ്ങോട്ട് നോക്കാങ്കിൽ എത്രത്തോളം അഹങ്കാരത്തോടെയാണ് അവൾ പോകുന്നതെന്ന്. അതിന് മറുപടിയായിട്ട് മഹേന്ദ്രൻ ജാനകിയോടാണ് പറയുന്നത്, ജാനകി, മേഘ മേഘ എന്ന് പറഞ്ഞ് തലയിൽ കൊണ്ട് നടക്കുകയല്ലായിരുന്നോ? ഇപ്പം മനസ്സിലായോ അവൾ എത്രത്തോളം ഉത്തമയായിട്ടുള്ളൊരു പെൺകുട്ടിയാണെന്ന്? അപ്പോൾ ജാനകി അതിന് മറുപടിയൊന്നും പറയുന്നില്ല. അവരുടെ മനസ്സും ആകെ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മേഘ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന അവരും വിശ്വസിച്ചിട്ടായിരുന്നില്ല. പക്ഷെ അപ്പോഴേക്കും വാസു മഹേന്ദ്രനോട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, എന്തുകൊണ്ടായിരിക്കും മേഘ മനീഷിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അത്രത്തോളം ഉത്തമനായ വ്യക്തിയാണെങ്കിൽ. അയാളുടെ സംശയം കേട്ട സമയത്ത് എല്ലാവരും അന്താളിച്ച് പോവുകയാണ്. അപ്പോൾ വാസു പറയുന്നുണ്ട്, ഇവൻ ശരിക്കും ഒരു കില്ലാടിയായിരിക്കും, അതുകൊണ്ടായിരിക്കും മേഘ ഇവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് പറയുന്നത്. അയാളെ ആരെക്കൊണ്ടും തിരുത്താൻ സാധിക്കില്ല എന്ന് ലക്ഷ്മിക്ക് വരെ മനസ്സിലാവുകയാണ്. അപ്പോൾ വാസു പറയുന്നുണ്ട്, മേഘയ്ക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവരെ ഒരുമിപ്പിക്കണമെന്ന് വെറുതെ ആഗ്രഹിക്കണ്ട. എന്നിട്ട് ജാനകിയെ കൂട്ടിക്കൊണ്ട് വാസുവും പിന്നാലെ ആരതിയും മുത്തശ്ശിയൊക്കെ അവിടുന്ന് ദേഷ്യത്തോടെ പോവുകയാണ്. ലക്ഷ്മിയും മഹേന്ദ്രനും മനീഷും സിദ്ധുവും ചന്ദ്രികയും മാത്രമാണ് പിന്നെ അവിടെ ബാക്കിയുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് എല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. മുത്തശ്ശനും കൂടെ കാര്യം അറിഞ്ഞിട്ടാണുള്ളത്. അദ്ദേഹത്തിനെ പേടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. മനീഷും പ്രിയയും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മുത്തശ്ശൻ വന്നതും മേഘയുടെ നേരെ കുറച്ചു നേരം നോക്കി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ദേഷ്യം കണ്ടപ്പോൾ തന്നെ മേഘയ്ക്ക് വല്ലാതെ ഭയം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം തന്നെ മേഘയുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. മേഘ ശരിക്കും വേച്ച് വീഴാൻ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം മേഘയോട് പറയുന്നുണ്ട്, നീ ഒരു പെണ്ണായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അടി കൊണ്ട് നിർത്തിയത്, അല്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞെരിച്ച് ഞാൻ കൊല്ലുമായിരുന്നു. മേഘ പേടിയോടെ കൂടി അദ്ദേഹത്തെ നോക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുന്നത്? മേഘയ്ക്കൊപ്പം നിന്നിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ അപമാനഭാരത്തോടെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ മേഘയോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മനീഷ് ജീവനോടെ ഇരിക്കുമ്പോൾ മരിച്ചുപോയെന്ന് ഞങ്ങളോട് നീ കള്ളം പറഞ്ഞത്?
ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവനോടെ ഉണ്ടായിട്ടും മരിച്ചുപോയെന്ന് ഈ നിഷ്കളങ്കയായ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നീ കള്ളം പറഞ്ഞില്ലേ? നിന്നോടൊക്കെ ദൈവം പൊറുക്കുമോ? പ്രസവിച്ച കുഞ്ഞിനോട് പോലും അതിൻ്റെ അച്ഛനെ പറഞ്ഞു കൊടുക്കാതെയുള്ള ഈ ഒരു ക്രൂരത നിനക്ക് എങ്ങനെ സാധിക്കുന്നത് മേഘ? ആരെങ്കിലും ചെയ്യുന്നൊരു തെറ്റാണോ നീ ചെയ്തത്? പ്രിയ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? അവളെ കാണുമ്പോൾ പോലും നിന്റെ കല്ല് പോലുള്ള ഹൃദയമൊന്നും ഉരുകുന്നില്ലേ? നിന്റെ കാണുമ്പോൾ തന്നെ വെറുപ്പ് തോന്നുന്നു. മേഘ കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതൊക്കെയും കേട്ട് നിൽക്കുന്നത്. അപ്പോൾ മഹേന്ദ്രൻ മുത്തശ്ശനോട് പറയുന്നുണ്ട്, അച്ഛാ, മനീഷ് മേഘയുടെ കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അച്ഛാ. അത് കേട്ടതും മേഘ ദേഷ്യത്തോടെ മഹേന്ദ്രനെ നോക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ അച്ഛനോട് പറയുന്നുണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും നിശ്ചയപ്രകാരം നല്ല രീതിയിൽ തന്നെ നമുക്ക് കല്യാണം നടത്താം അച്ഛാ. അപ്പോഴേക്കും മേഘ പൊട്ടിത്തെറിക്കുകയാണ്. ദാ ഇങ്ങോട്ട് നോക്ക്, ഞാൻ ആരെ കല്യാണം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കേണ്ടത്, അത് നിങ്ങളല്ല. അപ്പോൾ മുത്തശ്ശനടക്കം എല്ലാവരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ പറയുന്നുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി ഞാൻ മനീഷിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേലൊക്കെ ഞാൻ കേസ് കൊടുക്കും. അത് കേട്ട സമയത്ത് മുത്തശ്ശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നോ? നിന്നേന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ വേണ്ടി കയ്യോങ്ങിയതും മേഘ തടയുന്നുണ്ട്. നിർത്ത്. അദ്ദേഹത്തിനു നേരെ മേഘ അങ്ങനെ പെരുമാറിയ സമയത്ത് എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ്. അപ്പോൾ മേഘ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, മനീഷ് എൻ്റെ കൂടെ ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരുത്തനാണ്. എനിക്ക് അവന് ഇഷ്ടമല്ല. ഞാൻ അവൻ്റെ കൂടെ വീണ്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മേഘ ഇത്രയും കടുംപിടുത്തം പിടിക്കുന്നത് എന്തിനാണെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, മനീഷിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നുണ്ടല്ലോ, അതിനെന്താ കാരണം? പെട്ടെന്ന് ചോദിച്ചപ്പോൾ മേഘയ്ക്ക് എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അതിനുള്ള കാരണം എന്താന്ന് പറ. എന്തുകൊണ്ടാണ് നീ അവൻ്റെ കൂടെ ജീവിക്കില്ല എന്ന് ഇങ്ങനെ വാശി പിടിക്കുന്നത്? അതെന്താ നീ ആ മറച്ചു പിടിക്കുന്ന കാരണം? അവസാനം മേഘ പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ പേരക്കുട്ടിയാണല്ലോ ചന്ദ്രിക. ആ ചന്ദ്രികയുടെ കൂടെ ജീവിക്കണം എന്നാണല്ലോ ആ മഹേഷും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മഹേഷിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് ചന്ദ്രികയെ ജീവിക്കാൻ അനുവദിക്കാഞ്ഞത്? അവൾക്ക് മാത്രം എന്താ ഡൈവോഴ്സ് വാങ്ങിക്കൊടുത്തത്? എന്നോട് മാത്രം എനിക്കിഷ്ടമില്ലാത്ത ഒരുത്തൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു. അതെന്താ ചന്ദ്രികയ്ക്കൊരു ന്യായം, എനിക്കൊരു ന്യായമാണോ? മേഘയുടെ ആ സംസാരം കേട്ടപ്പോൾ വാസുവും ശരിയാണല്ലോ എന്ന അർത്ഥത്തിൽ നോക്കുന്നുണ്ട്. അപ്പോൾ മേഘ അവരോട് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ചന്ദ്രികയും എന്നെയും നിങ്ങൾ ഏത് കണ്ണിലൂടെയാണ് കാണുന്നതെന്ന്. പക്ഷേ അപ്പോൾ സിദ്ധുവാണ് മറുപടി പറയുന്നത്, മേഘ, ആദ്യം തന്നെ നീ മഹേഷിൻ്റെ കൂടെ മനീഷിനെ കമ്പയർ ചെയ്യുന്നത് നിർത്ത്. മഹേഷ് ഒരു ക്രിമിനലാണ്, പക്ഷേ മനീഷ് അങ്ങനെയുള്ള ഒരാളല്ല. അവൻ സത്യസന്ധമായിട്ട് നിന്നെയും സ്നേഹിക്കുന്നു, പ്രിയയും സ്നേഹിക്കുന്നു. പ്രിയ സങ്കടത്തോടെ മനീഷിനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു ദേഷ്യത്തോടെ മേഘയോട് പറയുന്നുണ്ട്, അവൻ നിന്നേക്കാളും സത്യസന്ധനും വിശ്വസ്തനുമാണ്. ഇതിനേക്കാളും എന്താ അർഹതയാണ് നിന്റെ കൂടെ ജീവിക്കാൻ അവന് വേണ്ടത്? സിദ്ധു ചോദിച്ച കേട്ടതും എല്ലാവരും മേഘയെ നോക്കുകയാണ്. അപ്പം മേഘ പറയുന്നുണ്ട്, മനീഷിന് എന്തൊക്കെ അർഹതയുണ്ടായാലും എനിക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹമില്ല. ഇനി എന്താ മേഘയോട് പറയേണ്ടതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പോൾ മേഘ എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ ഒരു കുറ്റവാളിയെ പോലെ നിർത്തിയിട്ട് എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. അതിനുശേഷം എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി, ഇനി ഈ വീട്ടിൽ ആരെങ്കിലും എന്നെ മനീഷിൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഞാൻ കൊടുക്കുന്ന മറുപടി ഇതുപോലെ ആയിരിക്കില്ല. എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിരുന്നു അത്. എന്നിട്ട് ദേഷ്യത്തോടെ മേഘ അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് മനീഷ് പ്രിയയെ നോക്കുന്നുണ്ട്. കുട്ടി സങ്കടത്തോടെ നിൽക്കുകയാണ്. മനീഷ് മെല്ലെ നടന്നിട്ട് പ്രിയയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തി ഇരിക്കുകയാണ്. എന്നിട്ട് പ്രിയയോട് പറയുന്നുണ്ട്, പ്രിയ, എന്നോട് ക്ഷമിക്കുമോളെ. അത് കണ്ടതും എല്ലാവർക്കും സങ്കടമാവുകയാണ്. അപ്പോൾ മനീഷ് കുറ്റബോധത്തോടെ പ്രിയയോട് പറയുന്നുണ്ട്, ഞാൻ മോളുടെ അച്ഛനാണെന്ന് മോളോട് പറയാൻ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചതാണ്. പക്ഷേ നിൻ്റെ അമ്മ അത് പറയാൻ എന്നെ അനുവദിച്ചില്ല. ഞാനത് നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് എന്നെ ഭീഷണിപ്പെടുത്തി. അത് കേട്ട സമയത്ത് ലക്ഷ്മിയും ചന്ദ്രികയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. അപ്പോൾ മനീഷ് സങ്കടത്തോടെ പ്രിയയോട് പറയാണ്, എനിക്ക് നിൻ്റെ അച്ഛനാണെന്ന് നിന്നോട് പറയാൻ പറ്റാത്തതിൽ ഒരുപാട് സങ്കടമുണ്ട് മോളെ. എനിക്ക് മാപ്പ് താ മോളെ, എനിക്ക് മാപ്പ് താ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ കൈ കയറി പിടിക്കുകയാണ്. പക്ഷേ ആ കുട്ടിക്കൊന്നും തിരിച്ച് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കണ്ണ് നിറയാണ്. അപ്പോൾ മനീഷ് അവളുടെ മുഖത്ത് 2 കവിളിലും കൈവച്ചിട്ട് പറയുന്നുണ്ട്, ഇനി മേലാൽ ഞാൻ എൻ്റെ മോളെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല. ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നിൽക്കുകയാണ്. ആ സമയത്താണ് മേഘ അകത്ത് നിന്ന് ഇറങ്ങി വന്നിട്ട് പ്രിയയുടെ കൈ കയറി പിടിക്കുന്നത്. പ്രിയ, നിനക്കെന്താ കണ്ട ആൾക്കാരോട് സംസാരിക്കാനുള്ളത്? വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അകത്തേക്ക് കുഞ്ഞിൻ്റെ കൈ വലിക്കുകയാണ്. ഇപ്പോൾ മേഘയുടെ കയ്യിൽ കുഞ്ഞിൻ്റെ വലത് കൈയും അതുപോലെ മനീഷിൻ്റെ കയ്യിലാണ് ഇടത് കൈയുള്ളത്. അപ്പോൾ മനീഷും അവളോട് തട്ടിക്കയറുകയാണ്, എൻ്റെ മോളെ വിട്. അപ്പോൾ മേഘയും പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ കൈ വിട്.
അപ്പം മനീഷ് ദേഷ്യത്തോട് അവളോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ എനിക്ക് നിൻ്റെ പെർമിഷൻ്റെ യാതൊരു ആവശ്യവും. അങ്ങനെ അവർ രണ്ടുപേരും ആ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് തർക്കിക്കുകയാണ്. മനീഷ് പറയുന്നുണ്ട്, എനിക്ക് പ്രിയയോട് സംസാരിക്കണം, എൻ്റെ മോളുടെ കൈവിട് നീ. അപ്പോൾ മേഘ അവനോട് ചൂടാകുകയാണ്, എൻ്റെ മോളെടുത്ത് നീ സംസാരിക്കേണ്ട യാതൊരു ആവശ്യവും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്ത് മേഘ, ഇത്രയും കാലമായിട്ട് കുഞ്ഞിനെയും അച്ഛനെയും തമ്മിൽ അകറ്റി നിർത്തി. ഇനിയെങ്കിലും അവർ സന്തോഷത്തോടെ ഒന്ന് സംസാരിക്കട്ടെ, അവളെ വിട്ടുകൊടുക്ക്. നിനക്കോ മനീഷിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു, അവൾക്കെങ്കിലും അച്ഛൻ്റെ സ്നേഹം കിട്ടട്ടെ. പ്രിയയുടെ അച്ഛനാണ് അയാൾ, അവൾക്കെങ്കിലും അവളുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടിക്കോട്ടെ. ദയവ് ചെയ്ത് അതിനെങ്കിലും നീ ആ കുഞ്ഞിനെ അനുവദിക്ക്. അപ്പോൾ മേഘ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, എൻ്റെ കുട്ടി എൻ്റെ ഇനീഷ്യലോടെ വളർന്നാൽ മതി, അല്ലാതെ മനീഷിൻ്റെ ഇനീഷ്യലോടെ വളരണ്ട. മേഘയുടെ കടുംപിടുത്തം കണ്ട സമയത്ത് എല്ലാവർക്കും അവളോട് ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ വളരാൻ ഞാൻ അനുവദിക്കില്ല. എന്നിട്ട് കുഞ്ഞിൻ്റെ കൈ പിടിച്ച് വലിക്കുകയാണ്. വാ പ്രിയ. പ്രിയയാണെങ്കിൽ അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് പോകാനാവാതെ കരഞ്ഞുകൊണ്ട് മനീഷിനെ നോക്കുന്നുണ്ട്. പക്ഷേ അവസാനം മേഘ തന്നെ ജയിച്ചു. കുഞ്ഞിനെ വലിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ മുത്തശ്ശി അകത്തേക്ക് കയറി പോവുകയാണ്. ആ സമയത്ത് മനീഷ് സങ്കടത്തോടെ എല്ലാവരെയും നോക്കുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മനീഷ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇനി എപ്പോൾ വേണേലും നിനക്ക് ഈ വീട്ടിലേക്ക് പ്രിയയെ കാണുന്നുണ്ട് ഉള്ളപ്പോഴൊക്കെ വരാം, ആരും നിന്നെ തടയില്ല, അതിനുള്ള എല്ലാ അവകാശവും നിനക്കുണ്ട് മോനെ. അപ്പോൾ മനീഷു അവരോട് പറയാണ്, ഒരുപാട് നന്ദിയുണ്ട് മുത്തശ്ശ. അപ്പോൾ മഹേന്ദ്രന് സങ്കടമായിട്ട് സിദ്ധുവിനോട് പറയുന്നുണ്ട്, സിദ്ധു മനീഷിനെ നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി പ്രിയയോട് മനീഷിന് സംസാരിക്കാനോ ഇടപഴകുന്നതിനോ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള എല്ലാ അർഹതയും അവനുണ്ട് മോനെ. അപ്പോൾ മനീഷ് അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങളോട് എല്ലാവരോടും എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ മേഘയ്ക്കും പ്രിയയ്ക്കും ഒപ്പം ഒന്നിച്ച് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് മേഘ എന്നെ ഇങ്ങനെ വെറുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ചേർന്ന് മേഘയുടെ മനസ്സ് മാറ്റുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ദിവസം അവൾ എന്നെ സ്വീകരിക്കും, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞാൻ, മേഘ, പ്രിയ ഞങ്ങൾ 3 പേരും സന്തോഷത്തോടെ ജീവിക്കും. മനീഷിൻ്റെ സംസാരം കേട്ടപ്പോൾ അവർക്കൊക്കെ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. അതിനുശേഷം മുത്തശ്ശൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് മനീഷ് പറയുന്നുണ്ട്, ഞാൻ നാളെ വന്ന് പ്രിയയെ കണ്ടോളാം, ഞാൻ പോവാണ് സർ എന്ന് പറഞ്ഞിട്ട് അവരോടൊക്കെ യാത്ര ചോദിച്ചിട്ടാണ് മനീഷ് പോകുന്നത്. അവന് പോകുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ടായിരുന്നു. അല്പസമയത്തിന് ശേഷം പിന്നീട് കാണിക്കുന്നത് ജാനകി അവരുടെ മുറിയിൽ ഇരിക്കുകയാണ്. അവർ ആ സമയത്തൊക്കെ ചിന്തിക്കുന്നത് ചന്ദ്രിക വന്നിട്ട് മനീഷിനെ പരിചയപ്പെടുത്തിയതും പ്രിയയുടെ അച്ഛനാണെന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ മേഘ മനീഷിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതും, അതിനുശേഷം മേഘയെ വളർത്തിയതാണ് തങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്നൊക്കെ ലക്ഷ്മി പറഞ്ഞതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് കയ്യിൽ 2 ഗ്ലാസ് ചായയുമായിട്ട് വാസു അങ്ങോട്ടേക്ക് വന്നത്. വാസു വന്നതൊന്നും ജാനകി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് കപ്പ് കൊടുത്തതിന് ശേഷം വാസു അവിടെ പോയിരുന്ന് ചായ കുടിക്കുകയാണ്. മാത്രമല്ല ജാനകിയെ നോക്കുന്ന സമയത്ത് അവർ വേറെന്തോ ചിന്തയിലാണ്. എന്താ ജാനകി ആലോചിക്കുന്നത്? അപ്പോൾ ജാനകി വാസുവിനോടായിട്ട് പറയാണ്, എന്തിനായിരിക്കും മേഘ ഇങ്ങനെ ചെയ്തത്? അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. അവൾ പ്രസവിച്ച കുഞ്ഞിനെ ആരും അറിയാതെ അനാഥാലയത്തിൽ വളർത്തി. ശരി, അതൊരു പക്ഷെ നമ്മളെല്ലാവരെയും ഭയന്നിട്ടാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷേ പ്രിയയുടെ അച്ഛൻ ജീവനോടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് അയാൾ മരിച്ചു എന്ന് നമ്മളോടൊക്കെ കള്ളം പറഞ്ഞത്? അറ്റ്ലീസ്റ്റ് പ്രിയയോടെങ്കിലും മനീഷാണ് അവളുടെ അച്ഛനെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അച്ഛനില്ലാതെ ആ കുട്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. മഹേഷ് ജീവനോടെ ഉണ്ടെന്നുള്ളത് അവൾ എന്തിനായിരിക്കും മറച്ചു വെച്ചത്? അപ്പോൾ മുഴുവനായിട്ട് കേട്ടതിന് ശേഷം വാസു പറയുന്നുണ്ട്, എന്താ ജാനകി, മറ്റുള്ളവരെ പോലെ തന്നെ നീയും മേഘയെ സംശയിക്കുകയാണോ? മേഘ എബ്രോഡിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മനീഷുമായിട്ട് പ്രണയത്തിലായി. അവളുടെ അറിവില്ലാത്ത പ്രായത്തിൽ അവൾ അവനെ സ്നേഹിച്ചു. അതുപോലെ തന്നെ അവൾ പ്രഗ്നൻറ്റുമായി. പക്ഷേ ഇപ്പോൾ അറിവ് വന്നതിന് ശേഷം അവൾ അവനെ വെറുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് പിന്നെ ഒരു കാരണം കാണും. തീർച്ചയായിട്ടും മനീഷ് അത്ര നല്ലവനൊന്നും ആയിരിക്കില്ല. അതുപോലെ തന്നെയല്ലേ ചന്ദ്രിക മഹേഷിനെ ഒഴിവാക്കിയത്? മഹേഷിനെ അവളുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് അയാൾ അത്ര നല്ലവനല്ലാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ മേഘ മനീഷിനെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ അയാൾ അത്ര നല്ലവനായിരിക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, മേഘ വളരെയധികം നല്ലൊരു പെൺകുട്ടിയാണ്. മനീഷ് അത്രയും മോശമായ ഒരു വ്യക്തിയായതുകൊണ്ടായിരിക്കും മേഘ അവനെ വേണ്ടാന്ന് തീർത്ത് പറയുന്നത്. മാത്രമല്ല മേഘ സ്നേഹിക്കുന്നത് നമ്മുടെ മകൻ സിദ്ധാർത്ഥിനെയാണ്. തീർച്ചയായിട്ടും അവരെ രണ്ടുപേരെ ഒരുമിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ മേഘക്കൊപ്പമാണ്. മേഘയ്ക്ക് മനീഷിൻ്റെ കൂടെ ജീവിക്കണ ആഗ്രഹമില്ലെങ്കിൽ അവളങ്ങ് വിട്ടേക്കണം. അല്ലാതെ മേഘ മനീഷിൻ്റെ കൂടെ തന്നെ ജീവിക്കണമെന്ന് നമ്മളിങ്ങനെ വാശി പിടിക്കരുത്. പക്ഷേ ജാനകിക്ക് എന്തോ വാസു പറയുന്നത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വാസു പറയുന്നുണ്ട്, നമുക്ക് വേണ്ടിയും നമ്മുടെ മകൾ ആരതിക്ക് വേണ്ടിയും അവൾ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കിയത്. അങ്ങനെയുള്ള ഒരാളെ ഞാൻ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരാൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുക തന്നെ വേണം. മേഘയുടെ ഇഷ്ടം പോലെ സിദ്ധുവിനെ അവൾക്ക് തന്നെ കല്യാണം നടത്തി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിനക്കെന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ജാനകി ആകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ്. അയാളോട് പറയുന്നുണ്ട്, ഇല്ല ഏട്ടാ, ഞാൻ എന്തോ ഒരു സംശയത്തിലാണ്.
ജാനകി, നിന്റെ ഏട്ടൻ പറയുന്നത് പോലെ മേഘ അത്ര തട്ടിപ്പുകാരിയോ വെട്ടിപ്പുകാരിയോ ഒന്നുമല്ല. അറിയാത്ത പ്രായത്തിൽ അവളെ ആരോ പറ്റിച്ചിട്ട് അവളെ ഗർഭിണിയാക്കി. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ അവൻ്റെ ഒപ്പം തന്നെ മേഘ ജീവിക്കണമെന്ന് പറയുന്നത് വിഡ്ഢിത്താണ്. മേഘ മനീഷിനൊപ്പം ജീവിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. അവളാണെങ്കിൽ നമുക്ക് എല്ലാ സഹായവും ചെയ്തു തരുന്നു. അതുകൊണ്ട് ആരൊക്കെ എതിർത്താലും ഞാൻ മേഘയ്ക്കൊപ്പം തന്നെയാണ്. ദയവ് ചെയ്ത് നീയും അവളെ സംശയിക്കരുത്. കാരണം ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ഏക ബലം മേഘയാണ്. അത് മറന്നു പോണ്ട എന്ന് പറഞ്ഞിട്ട് വാസു അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. പക്ഷേ ജാനകി അപ്പോഴും കൺഫ്യൂഷനിൽ തന്നെയാണ് ഉള്ളത്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.